അനദർ വീഡിയോ ഓഫ് സൈലൺ. നമ്മൾ ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ നമ്മളെ വിട്ടുപോകുമോ, അവർ നമ്മളെ ഹേർട്ട് ചെയ്യുമോ എന്നുള്ളൊരു പേടി. ആ പേടിനെയാണ് നമ്മൾ ബിട്രയൽ ഫിയർ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസസ് കൊണ്ടാവാം ഇങ്ങനത്തെ ഭയങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുന്നത്. പല വേരിയസ് റിലേഷൻഷിപ്പിലും ബിട്രയൽ ഫിയർ അറൈസ് ചെയ്യാം. ലൈക്ക് ഫ്രണ്ട്ഷിപ്സ് ആയാലും ഫാമിലി ആണെങ്കിലും റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാം ബിട്രയൽ ഫിയർ അറൈസ് ചെയ്യാം. ഇതിനെ ബേസ് ചെയ്ത് നമ്മളിൽ ഉണ്ടാകുന്ന ആൻസൈറ്റി പിന്നീട് ട്രസ്റ്റ് ഇഷ്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഇമോഷണൽ ഒരു ഡിസ്ട്രെസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ പിന്നീട് ഒരു ക്ലോസ് ബോണ്ട് മറ്റുള്ളവരുമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു ഡിഫിക്കൽട്ടി, ഇങ്ങനെയെല്ലാം അവർ അനുഭവിക്കും. ബിട്രയൽ ഫിയർ വരാനുള്ള കോസസ് എന്താണ്? അതിൽ ആദ്യത്തേതാണ് ഒരു ചൈൽഡ് അവർ ജനിച്ച് വളർന്ന ഒരു സാഹചര്യം സേഫായിട്ടോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടോ ഫീൽ ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പേടിയിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഡ്രോമകളായിരിക്കാം അവരെ ബിട്രയൽ ഫിയറിലേക്ക് ലീഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ അവരെന്താണ് വിചാരിക്കുന്നത്, എന്നെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ എന്നെ റെസ്പെക്റ്റ് ചെയ്യാനോ ഞാൻ വർത്തിയല്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സോ ഇങ്ങനെയുള്ളവരിലും ബിട്രയൽ ഫിയർ ഉണ്ടാവാം. So this is all about today's topic. Thank you.